രാജശ്രീ ആദീസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വാനില കസ്റ്റേർഡ് ഐസ്ക്രീമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ഐസ്ക്രീം. നമുക്ക് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് കാണാം. ഞാൻ 750 ml പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാനായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അല്പം ചൂടായിട്ടുണ്ട്. 1 ഗ്ലാസ് പാൽ നമുക്ക് എടുക്കാം. അര ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റേർഡ് പൗഡർ ഇട്ട് കലക്കി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ കലക്കി ഒഴിക്കണം. ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പകുതി പാലിൽ 5 സ്പൂൺ പാൽപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചിരിക്കുകയാണ്. ലോയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. പഞ്ചസാരയോടെ ഇട്ട ശേഷം 250 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിലും കുറച്ചാണ് വെച്ച് കാച്ചിയെടുക്കുന്നത്. കുറുകി വരുന്നുണ്ട്. നല്ലവണ്ണം തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി തണുക്കാനായി മാറ്റി വയ്ക്കാം. കട്ടയൊന്നും കിട്ടാതെ നന്നായി കാച്ചിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തണുത്തിട്ടുണ്ട്. ഇനി 3 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വയ്ക്കാം. ഒരു അലുമിനിയം കവർ കൊണ്ട് മൂടി. മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുക്കാം. 250 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. മതി. ഇനി ഐസ്ക്രീമിൻ്റെ കൂട്ടുകൂടെ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും ഐസ്ക്രീമിൻ്റെ കൂട്ടുമായിട്ട് നന്നായി മിക്സായി വരണം. നല്ല മിക്സായിട്ടുണ്ട്. ഇനി ഒരു അലുമിനിയം കവർ കൊണ്ട് മൂടി ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്. നമുക്കിത് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ ഐസ്ക്രീമാണിത്. പറയുന്നതല്ല, നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കൂ. ഇതിൻ്റെ മുകളിലായി കുറച്ച് പിസ്ത വിതറി കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓണാക്കി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ലൈക്കും കമൻറ്റും ഇടണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.